മനുഷ്യൻ തന്റെ 2 പെൺമക്കളെയും കൂട്ടി കച്ചവടം ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഇളയ കുട്ടി അദ്ദേഹത്തെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂത്ത കുട്ടി അവളുടെ കാര്യം മാത്രം നോക്കിയിരിക്കുകയാണ്. ഇളയ കുട്ടിയുടെ സ്മാർട്ട്നെസ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവളെ ശ്രദ്ധിക്കുകയാണ്. ശേഷം നേരെ ആ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾക്ക് 2 പെൺമക്കളല്ലേ എന്നും വളർത്താൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നും, ഒരു കുട്ടിയെ ആവശ്യമുള്ള ഫാമിലിയെ എനിക്കറിയാം, നിങ്ങൾ ഈ കുട്ടിയെ എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പണവും കിട്ടും, നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്ക് വില പറയുന്നു. പക്ഷേ ഇതൊക്കെ കേട്ട് ആ അച്ഛന് ദേഷ്യം വരികയും, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം, നീ അത് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് അയാളെ തല്ലി ഓടിക്കുന്നു. ഇയാളാണെങ്കിൽ അയാളുടെ നമ്പർ എഴുതിയ ഒരു പേപ്പർ അവിടെ ഇട്ടിട്ട്, ആവശ്യമുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. പക്ഷേ ആ അച്ഛൻ അത് അത്യാവശ്യമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ ദാരിദ്ര്യം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി നല്ല ഉടുപ്പും മറ്റുമൊക്കെ ധരിക്കാനായി ഇവൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് അച്ഛൻ ജോലിക്ക് പോകാനിറങ്ങിയ നേരം ഇളയക്കുട്ടിയുടെ അടുത്ത് ചെന്ന്, നമ്മുടെ അച്ഛൻ ബോധം കെട്ട് കിടക്കുവാണെന്ന് പറയുന്നു. പെട്ടെന്ന് അവൾ ചേച്ചിയുടെ കൂടെ ഇറങ്ങി വരുന്നു. എന്നാൽ അവളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ആ തട്ടിപ്പുകാർ അവിടെ വരികയും അവളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. രാത്രി ജോലി കഴിഞ്ഞ് വന്ന അച്ഛൻ ഇളയ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, താൻ കണ്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് പുതിയ ഡ്രസ്സൊക്കെ കിട്ടി. എന്നാൽ നഷ്ടപ്പെട്ടത് ആ അച്ഛന് മാത്രമായിരുന്നു. ഇവിടെ